നമ്മുടെ പ്രവർത്തകർ ഇങ്ങോട്ട് കയറണം, സ്റ്റേജിലേക്ക് കയറണം. സമദാനി സാഹിബ് രാജ്യസഭയിലുള്ള 1994 മുതൽ 2006 വരെ അദ്ദേഹത്തിന്റെ രാജ്യസഭാ കാലാവധിയുള്ള സമയത്താണ് നമ്മുടെ ഈ എയർപോർട്ടിന്റെ പ്രധാനപ്പെട്ട വികസനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ബഹുമാന്യനായ അഹമ്മദ് സാഹിബിന്റെ കൂടെ ആ വികസനത്തിന്റെയും വളർച്ചയുടെയും കാര്യത്തിൽ അദ്ദേഹത്തിന്റെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ കാലയളവിനുള്ളിലാണ് 2003 ആദ്യമായി കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് വിദേശത്തേക്ക് ഷാർജയിലേക്ക് വിമാനം പോയത് എന്ന് നമ്മൾ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർക്കുന്നു. സമദാനി സാഹിബ് രാജ്യസഭയിലുള്ള ആ കാലത്ത് തന്നെയാണ് 2003 ആദ്യത്തെ ഹജ്ജ് വിമാനം ഈ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്നത്. വലിയ സന്തോഷത്തോടു കൂടി നമ്മൾക്ക് കാണാൻ ഇടയായിട്ടുണ്ട്. 2004 ഈ വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാക്കി ഉയർത്തുന്ന കാലഘട്ടത്തിലും രാജ്യത്തിന്റെ പാർലമെന്റിൽ പ്രിയങ്കരനായ സമദാനി സാഹിബ് ഉണ്ടായിരുന്നു. നമ്മുടെ ഈ മുസാഫർ ഖാനയുടെ തറക്കല്ലിടൽ കർമ്മം 2004 നടക്കുമ്പോൾ അദ്ദേഹം പാർലമെന്റിൽ ഉണ്ടായിരുന്നു. 2006 അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിക്കുന്നതോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ എഡ്ജ് ഹൗസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് എന്ന് ഈ സമയത്ത് ഇവിടെ കൂടിയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും പ്രവർത്തകരോടും ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ സമരത്തിന്റെ 5ാം ദിവസം അദ്ദേഹം ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും മതിയായ സന്തോഷവും അഭിമാനവും ഉണ്ട് എന്ന് മാത്രം ഈ സമയത്ത് സൂചിപ്പിച്ചുകൊണ്ട് അവസാനിക്കുന്നു. ഇന്ത്യ രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ, ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിൽ, രാജ്യസഭയിൽ കരിപ്പൂർ എയർപോർട്ടിന് വേണ്ടി തന്റെ എല്ലാ സ്വാധീനവും തന്റെ എല്ലാ വാക്കും ആ വാക്ചാതുരിയുണ്ടല്ലോ. കേരളത്തിലെയും ഇന്ത്യയിലെയും ഇന്ത്യക്ക് പുറത്തെയും ലക്ഷക്കണക്കിന് കോടാനുകോടിക്കണക്കിന് ആളുകളുടെ മനം കവർന്ന ആ വാക്ചാതുരിയുണ്ടല്ലോ. പ്രിയപ്പെട്ട ഞങ്ങളുടെ നേതാവ് മുസ്ലിം ലീഗിന്റെ ദേശീയ സെക്രട്ടറി അബ്ദുൽ സമദ് സമദാനി സാഹിബാണ് ഇന്നത്തെ ഈ പ്രതിഫലമായിരിക്കുന്ന സമരത്തിന്റെ ഔപചാരികമായിരിക്കുന്ന ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വളരെ സ്നേഹത്തോടുകൂടി അബ്ദുൽ സമദ് സമദാനി സാഹിബിനെ ഞാൻ ഈ സമരപന്തലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ എന്റെ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട ഷാഫി, അതിനു മുമ്പ് ജില്ലാ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് അൻവർ സാഹിബ് തന്നെ എന്നെ പോലുള്ള ആളുകളൊക്കെ പാർലമെന്റിൽ ഇരുന്ന കാലമൊക്കെ ഓർത്തു. യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ അത് ഓർത്തത് ഒരു പക്ഷേ അവർ ഈ വിമാനത്താവളത്തിന്റെ ചരിത്രം ഓർത്തതായിരിക്കണം. ആ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ സത്യമുണ്ട്. പാർലമെന്റിൽ പലപ്പോഴായി കരിപ്പൂർ വിമാനത്താവളത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നവരാണ് മുസ്ലിം ലീഗിന്റെ UDF-ന്റെ MP-മാർ. അത് പറയുമ്പോൾ എനിക്ക് ശിഹാബ് തങ്ങളുടെ മുഖം എന്റെ മനസ്സിൽ ഓർമ്മ വരും. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അഭിമതനായി കേരളത്തിന്റെ നേതാവ്, പാർലമെന്റിൽ എന്തെങ്കിലും ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞിട്ട് തങ്ങൾ അങ്ങനെ ഒരു അജണ്ടയൊന്നും ഞങ്ങൾക്കാർക്കും നിർണയിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നില്ല. പക്ഷേ രണ്ട് കാര്യങ്ങളിലാണ് തങ്ങൾ നിഷ്കർഷ പുലർത്തിയിരുന്നത് എന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ഒന്ന് ഗൾഫുകാരുടെ പ്രശ്നങ്ങൾ, ഒന്ന് ഈ വിമാനത്താവളത്തിന്റെ പ്രശ്നങ്ങൾ. ഈ കാര്യം തങ്ങൾ എപ്പോഴാണെങ്കിലും എവിടെയാണെങ്കിലും സൂചിപ്പിക്കും, ചൂണ്ടിക്കാണിക്കും. അത് വിളിച്ച് പറയും, അത് പറയണം, പാർലമെന്റിൽ അവതരിപ്പിക്കണമെന്ന് പറയും. അങ്ങനെ പ്രവാസികളുടെ വിഷയമാകട്ടെ, കരിപ്പൂരിന്റെ വിഷയമാകട്ടെ, അത് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ UDF-ന്റെ ജനപ്രതിനിധികൾ എപ്പോഴും മുൻപന്തിയിൽ നിന്നവരാണ്. പലരും അതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. സാമൂഹിക സംഘടനകൾ പങ്കുവഹിച്ചിട്ട് ഈ വിമാനത്താവളം വരുന്നത് തന്നെ ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായിക്കൊണ്ടാണ്. നാടിന്റെ ഒരു കൂട്ടായ പരിശ്രമമാണ്. എല്ലാവരും കൂടി ചേർന്നുണ്ടാക്കിയ വിമാനത്താവളമാണ്. അതിനോട് വിവേചനം പുലർത്തേണ്ട ഒരു കാര്യമില്ല. ഒരു വിമാനത്താവളം ഒരു നാടിന് വേണ്ടിയുള്ളതാണ്, ഒരു ജനതയ്ക്ക് വേണ്ടിയുള്ളതാണ്. എല്ലാ വിഭാഗം ആളുകളും ആശ്രയിക്കുന്ന സ്ഥാപനമാണ്. ഞാൻ പലതവണ ഇന്ത്യയുടെ രാജ്യസഭയിൽ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ രേഖകളിൽ കാണാം. ബെൽറ്റ് മുറുക്കാൻ വിമാനത്തിൽ നിർദ്ദേശം വരുമ്പോൾ ഫാഷൻ യുവർ സീറ്റ് ബെൽറ്റ്, നിങ്ങളുടെ ബെൽറ്റ് മുറുക്കൂ എന്ന് വിമാനം പുറപ്പെടുന്നതിന് മുമ്പ് പറയുമ്പോൾ അത് ബെൽറ്റ് മുറുക്കാനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അരയിൽ ബെൽറ്റ് കെട്ടാൻ വരെ, ബെൽറ്റ് മുറുക്കാൻ വരെ അത് ആ ഭാഷ മനസ്സിലാക്കാത്തത് കൊണ്ട്, അത് അറിയാൻ കഴിയാത്തത് കൊണ്ട് അത് ചെയ്യാൻ കഴിയാത്ത പാവങ്ങളായ യാത്രക്കാർ പോകുന്ന മേഖലയാണ് ഈ വിമാനത്താവള മേഖല എന്ന് ഞങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു. അത്
അന്നത്തെ സ്ഥിതിയാണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഈ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് വിദ്യാഭ്യാസം പരന്നു. ഇതൊരു 10-20 കൊല്ലം മുമ്പുള്ള ചരിത്രമാണ് ഞാൻ പറയുന്നത്. അന്നും വിദ്യാഭ്യാസം കുറേശ്ശെ ഉണ്ടെങ്കിലും ധാരാളം സാധാരണക്കാർ എഴുതി ഒപ്പിടാൻ വരെ കഴിയാത്ത ആളുകൾ ഗൾഫിലേക്ക് പോകുന്ന കാലമാണ്. അവരാണ് ഈ നാടിനെ വികസിപ്പിച്ചത്. അവരാണ് ഇവിടെ വികസനം കൊണ്ടുവന്നത്. അവരാണ് ഇവിടെ അഭിവൃദ്ധിപ്പെടുത്തിയത്. അവരാണ് ഇവിടെ കാണാൻ കൊള്ളാവുന്ന കെട്ടിടങ്ങൾ, തെരുവോരങ്ങളിൽ തലയുയർത്തിയിരിക്കുന്ന മന്ദിരങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കുട്ടികൾക്ക് പഠിച്ചു വളരാൻ ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ, അതൊക്കെ ഇവിടെ ഉണ്ടാക്കിയത് പാഠശാല മുതൽ സർവകലാശാലകൾ വരെ കെട്ടിപ്പടുക്കുന്നതിൽ പങ്കുവഹിച്ചത് അവരാണ്. കഴിഞ്ഞ 4 നൂറ്റാണ്ടിലേറെ കാലം കേരളത്തിന്റെ സമ്പദ്ഘടന, കേരളത്തിന്റെ വികസനം, കേരളത്തിന്റെ പുരോഗതി സാധ്യമാക്കിയത്, കേരളത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള സാഹചര്യം ആടിയുലയാതെ കാത്തു രക്ഷിച്ചതിന്റെ മുഴുവൻ ക്രെഡിറ്റും ആർക്കാണെന്ന് ചോദിച്ചാൽ അത് ഇവിടുത്തെ പ്രവാസി സമൂഹത്തിന് അവകാശപ്പെട്ടതാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് കരിപ്പൂർ വിമാനത്താവളത്തിന്റെ ചർച്ച പ്രവാസികളെ കൂടാതെ നടത്താൻ കഴിയില്ല. ഇതൊരു പ്രവാസി വിഷയം കൂടിയാണ്. പ്രവാസികൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം? അവരുടെ വേർപ്പിനെ നമ്മൾ എന്ത് പകരം കൊടുക്കണം? മരുഭൂമിയിൽ പോയി, ഗൾഫിൽ പോയി ചോര നീരാക്കിയ പാവങ്ങളോട് ഈ നാടിന് വല്ല കടപ്പാടുണ്ടോ? അവരെ എത്ര കണ്ട് ചൂഷണം ചെയ്യുക എന്നുള്ളതാണോ അവരോട് കാണിക്കേണ്ട പ്രതികരണം? ഈ കാര്യത്തെപ്പറ്റി പ്രബുദ്ധ കേരളം, സംസ്കാര സമ്പന്നമായ മലയാള നാട് ഉണരണം, ചർച്ച ചെയ്യണം. കാരണം നാം നമ്മുടെ പ്രവാസികൾക്ക് പകരം കൊടുക്കുന്നത് ഇതാണ്. ലോകത്തെവിടെ ഒരു കച്ചവടത്തിനൊരു മാന്യത ഉണ്ട്. എന്താണ് കച്ചവടത്തിന്റെ മാന്യത? ഡിമാൻഡ് കൂടുമ്പോൾ വില കുറക്കുക. മീൻ നന്നായി കടലിലുണ്ടായ മീനിന്റെ വില കുറയാണ് ചെയ്യുക, കൂടുതലില്ല ചെയ്യുക. ഇഷ്ടംപോലെ നെല്ലുണ്ടെങ്കിൽ അരിയുടെ വില കൂടുതലില്ല ചെയ്യുക, കുറയാണ് ചെയ്യുക. കപ്പ നന്നായിട്ട് പറിച്ചെടുക്കുന്ന കാലം വന്നാൽ മാർക്കറ്റിൽ കപ്പക്ക് കിലോയുടെ വില കൂടുതലല്ല, കുറയാണ് ചെയ്യുക. ഇവിടെ ഗൾഫുകാർ, പ്രവാസികൾ നാട്ടിലേക്ക് മടങ്ങാൻ ഒന്നിച്ച് ഒരുങ്ങി നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട സമയത്ത്, അവധിക്കാലത്ത്, എല്ലാവരും അതിന്റെ സമയമാണ്. ഇപ്പോ ഗൾഫിൽ അവധിക്കാലമാണ്. ജൂലൈ, ആഗസ്റ്റ് എല്ലാവരും കൂടി നാട്ടിൽ വരികയാണ്. അതാണ് നാട്ടിൽ ധാരാളം കല്യാണങ്ങളും പരിപാടിയൊക്കെ നടക്കുന്നത് ഈ അവധിക്കാലായതുകൊണ്ടാണ്. ആ സമയത്ത് ടിക്കറ്റ് റേറ്റ് ക്രൂരമായി, ഒരു മര്യാദയില്ലാതെ തോന്നിയ പോലെ കൂട്ടുന്ന വിമാന കമ്പനികൾ. ഇവിടെ കൂടുതൽ വിമാന സർവീസ് വരാൻ പാടില്ല എന്ന് ചിന്തിച്ച് കരിപ്പൂരിന്റെ വികസനം തടയുന്ന അതേ കൂട്ടരാണ് ഈ ടിക്കറ്റ് റേറ്റിന്റെ ചൂഷണത്തിന്റെ പിറകിലുള്ളത് എന്ന ആരോപണം ഇവിടെ ഉന്നയിക്കാൻ ഞാൻ യൂത്ത് ലീഗിന്റെ ഈ വേദി ഉപയോഗിക്കുകയാണ്. ഇതൊക്കെ ഒറ്റ കൂട്ടരാണ്. അവർക്ക് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണ് സംരക്ഷിക്കാനുള്ളത്. ഇവിടെ എന്റെ സ്നേഹിതൻ അൻവർ മുള്ളംപാറ ഓരോ വർഷത്തെയും വിമാനത്താവളത്തിന്റെ ചരിത്രം പറഞ്ഞപ്പോ ഞാനും ഇവിടെ നിന്ന് കുറെ കാര്യങ്ങൾ ഓർത്തുപോയി. ഈ വിമാനത്താവളത്തിന്റെ അകത്തൊരു ചടങ്ങ് നടന്നപ്പോ എയർ ഇന്ത്യയുടെ ഡൽഹിയിൽ നിന്ന് വന്ന മുഖ്യ ഓഫീസറുമായിട്ട് പാർലമെന്റ് അംഗം എന്ന നിലയിൽ ഞാൻ വേദിയിൽ വെച്ച് ഇടഞ്ഞ സന്ദർഭം പോലും ഉണ്ടായിട്ടുണ്ട്. ഈ വിമാന സർവീസിന്റെ കാര്യത്തിൽ ഞാൻ പ്രസംഗിച്ചു, അദ്ദേഹം മറുപടി പറഞ്ഞു. ഞാൻ പിന്നെ അദ്ദേഹത്തിന് മറുപടി പറഞ്ഞു. അതിന്റെ ഏറ്റവും വലിയ തലവനുമായിട്ട് പൊതുവേദിയിൽ വെച്ചിട്ട് അടഞ്ഞിട്ടുണ്ട്. വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ മുമ്പ് മുതൽ തന്നെ ഇത്തരം ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. കരിപ്പൂരിനോടൊരു വിചിറ്റമ്മ നയം, അത് തിരുത്തണം. പ്രവാസികൾ തീർച്ചയായും അവർ ഈ നാടിനെ കെട്ടിപ്പടുത്തവരാണ്. അവരോട് നാം നന്ദി ചെയ്യേണ്ടിയിരിക്കുന്നു. ഇന്ന് ഗൾഫാണ് ഈ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവാടം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ലോകത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയത് പണ്ട് കുരുമുളകും സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ ആയിരുന്നുവെങ്കിൽ ഇന്ന് കൊടുക്കുന്നതല്ല. ഇന്ന് മാൻ പവറാണ്. മാൻ പവറാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി. ഹ്യൂമൻ പവറാണ്, മാനവ വിഭവ ശേഷി എന്ന് പറയുന്ന സാധനമാണ്. എങ്കിൽ പിന്നെ വിമാനത്താവളത്തിന്റെ, വിമാന സർവീസിന്റെ പ്രാധാന്യം ആരെങ്കിലും പറഞ്ഞു ധരിപ്പിക്കേണ്ടതുണ്ടോ? ഇല്ലല്ലോ. മാൻ പവറാണ് പുറത്തേക്ക് കൊടുക്കുന്നതെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് ഏറ്റവും നല്ല വിമാന സർവീസുകളാണ്. ഓരോ രാജ്യത്തും സർവീസ് കൂട്ടുന്നു, ആളുകൾ ഇൻകം വർദ്ധിപ്പിക്കുന്നു, വരുമാനം വർദ്ധിപ്പിക്കുന്നു. ഇവിടെ യാത്രക്കാരുണ്ട്, ടിക്കറ്റ് എടുക്കാൻ ആളുകളുണ്ട്, ഇഷ്ടംപോലെ വെയിറ്റിംഗ് ലിസ്റ്റിൽ എടുക്കുകയാണ് ആളുകൾ, യാത്രക്കാർ. ഇവിടെ പറ്റാത്തത് കൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ, അല്ലാത്ത
മുതിർന്നവരും ഗൾഫിൽ നിന്ന് പല പല വഴിക്ക് യാത്ര ചെയ്യുകയാണ്. അതുകൊണ്ട് ആ ഒരു സാഹചര്യം ഒട്ടും അഭിലഷണീയമല്ല, ഒട്ടും ശ്ലാഘനീയമല്ല, ശുഭോദർക്കമല്ല. തിരുത്തണം, തിരുത്തേണ്ടത് തിരുത്തണം. അത് തിരുത്താൻ ഇത്രയും കാലം കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് തിരുത്തിപ്പിക്കും. ഇവിടുത്തെ MP ആയ മുസ്ലിം ലീഗിന്റെ ദേശീയ സെക്രട്ടറി ജനാബ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നേതൃത്വത്തിൽ പല പല പരിശ്രമങ്ങൾ ഈ കാര്യത്തിൽ നേരത്തെ നടന്നത് ഇപ്പോൾ കൂടുതൽ ഊർജിതമായിട്ട് നടക്കുകയാണ്. ഡൽഹിയിലും അദ്ദേഹം ബന്ധപ്പെട്ടവരെ കണ്ടിട്ടുണ്ട്. കേരളത്തിലും വിമാനത്താവള അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകളും സംവാദങ്ങളും നടപടികളും നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം തന്നെ ലക്ഷ്യത്തിലെത്തട്ടെ. അതിനു വേണ്ടിയുള്ള സഹകരണം തീർച്ചയായും ഗവൺമെന്റിന്റെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധിക്കണം, സംസ്ഥാന ഗവൺമെന്റ് ശ്രദ്ധിക്കണം. അതിന് വേണ്ട നടപടികൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ നടപടികൾ ഉണ്ടാകുമ്പോഴാണ് യൂത്ത് ലീഗിന്റെ സമരം അവസാനിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സമര പരിപാടിയുടെ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി അറിയിച്ച് ഒരിക്കൽ കൂടി ഇന്നത്തെ യൂത്ത് ലീഗിന്റെ ഈ സമരപ്പന്തലിലെത്തിയ സഹോദര സഹോദരിമാരെ, സമരഭടന്മാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ